നമ്മുടെ ചെറുക്കനെ കൊണ്ട് നമ്മൾ ഇന്ന് വാഗമൺ വരെ പോകും. പൂവാറിനടുത്തുള്ള കഞ്ചാമ്പഴഞ്ഞിലെ വൈബ് ഫാമിലി ആൾക്കാരുമായിട്ടാണ് നമ്മൾ ഇന്ന് വാഗമണിലേക്ക് പോകുന്നത്. നമ്മുടെ ചെറുക്കന്റെ നമ്മുടെ കൂടെയുള്ള അവസാനത്തെ ട്രിപ്പാണിത്. അതുകൊണ്ട് തന്നെ മുൻകൂട്ടി ആരോ തീരുമാനിച്ചു വെച്ചിരുന്നതെന്ന പോലെ ഞാനും ചേട്ടനും മാത്രമാണ് ഇന്ന് നമ്മുടെ വണ്ടിയുടെ ക്രൂ ആയിട്ട് പോകുന്നത്. കുന്നും മലയൊക്കെ കയറി നേരം വെളുത്തു തുടങ്ങിയ സമയത്തിന് നമ്മൾ രാവിലെ ഫ്രഷപ്പിന് വേണ്ടിയിട്ടുള്ള സ്ഥലത്തെത്തി. ആ മലഞ്ചെരുവിലെ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോഴും ഞാൻ ആ കാര്യം ശ്രദ്ധിച്ചത്. പ്രകൃതിയുടെ ഭംഗി പോലെ തന്നെ നമ്മുടെ ചെറുക്കന് ഇന്ന് ഇച്ചിരി ലുക്ക് കൂടിയിട്ടു. അങ്ങനെ ചെറുക്കന്റെ ലുക്കും ആസ്വദിച്ച് ഫ്രഷപ്പും കഴിഞ്ഞ് ഞാൻ നമ്മുടെ ചെറുക്കന്റെ ഹോട്ട് സീറ്റിലേക്ക് ചാടിക്കുക. പതിവിലും വിപരീതമായിട്ട് ചെറുക്കൻ എന്നെ ഹോട്ട് സീറ്റിലേക്ക് പിടിച്ചിരുത്തുന്ന ഫീൽ ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. എത്ര ബ്ലോക്ക് ആണെങ്കിലും ചേട്ടന് പിന്നെ ആരെങ്കിലും കിട്ടിയാൽ മതിയല്ലോ, തള്ളി തള്ളി അവിടെ നിന്നോളൂ. അങ്ങനെ കഥകൾ പറഞ്ഞ് കഥകൾ കേട്ട് നമ്മൾ അഡ്വഞ്ചർ പാർക്കിലെ ബ്ലോക്കും തരണം ചെയ്ത് നമ്മൾ നേരെ പാർക്കിങ്ങിലെത്തി. അപ്പോഴാണ് നമ്മുടെ വണ്ടി ഇഷ്ടപ്പെടുന്ന ഒരു പയ്യനെ നമ്മൾ കണ്ടത്. ആ ഇവനാണെങ്കിൽ നമ്മുടെ ഈ കിടക്കുന്ന ട്രാവലറും കൊണ്ട് ഇവിടെ ഓട്ടം വന്നത്. അങ്ങനെ വണ്ടിയും പാർക്ക് ചെയ്ത് നമ്മുടെ വണ്ടിയിലെ ആൾക്കാർ സ്ഥലങ്ങളെല്ലാം കണ്ടിട്ട് തിരിച്ചു വരുന്നത് വരെ ഞാനും ചേട്ടനും കൂടെ നമ്മുടെ വണ്ടിയുടെ ഭംഗി ആസ്വദിച്ച് ഒറ്റ നിൽപ്പായി. അങ്ങനെ സ്ഥലങ്ങൾ കാണാൻ പോയ ആൾക്കാരെല്ലാം തിരിച്ചു വന്നപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ വണ്ടി എടുത്ത് അഡ്വഞ്ചർ പാർക്ക് ചെയ്ത് തിരിച്ച് വെളിയിലേക്ക് ഇറങ്ങുക. ഒരു മലയുടെ മണ്ടയിൽ നിന്ന് നേരെ കുത്തിന് താഴേക്ക് ഇറങ്ങുന്ന ഫീൽ ആയിരുന്നു ഈ റോഡിലൂടെ പോയപ്പോൾ നമുക്ക് കിട്ടിയത്. ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു ഗ്രൂപ്പ് എന്റെ സ്ഥലവും കവർന്നെടുത്ത് ക്യാബിനിൽ കയറി ഇരിപ്പുണ്ടായിരുന്നു. അടുത്ത് പൈൻ ഫോറസ്റ്റിലേക്ക് കയറാമല്ലോ എന്ന് വിചാരിച്ചു വന്നപ്പോൾ അവിടെയും ഭയങ്കര ബ്ലോക്ക്. ഈ ബ്ലോക്കുകളെല്ലാം തരണം ചെയ്ത് നമുക്ക് സ്ഥലങ്ങൾ കാണാൻ കഴിയില്ലെന്ന് നമുക്ക് മനസ്സിലായി. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വണ്ടി ചവിട്ടി. അങ്ങനെ ഫുഡും കഴിച്ച് വീണ്ടും വണ്ടി എടുത്തപ്പോൾ അത് തന്നെ വീണ്ടും അവസ്ഥ. ബ്ലോക്കിൽ കിടന്ന് ഭ്രാന്തായപ്പോൾ നമ്മുടെ ജയ്ഗുരുവിന്റെ കൊച്ചു ചേർക്കാൻ ദാവരും. അങ്ങനെ അവനെയും കണ്ട് ബ്ലോക്കും തരണം ചെയ്ത് നമ്മൾ എങ്ങനെയൊക്കെയോ സ്ഥലങ്ങളും കണ്ട് നമ്മൾ രാത്രിയായപ്പോൾ ക്യാമ്പ് ഫയറിന് വേണ്ടിയിട്ട് നമ്മുടെ സ്ഥലത്തേക്ക് പോവാണ്. ഇന്ന് നമ്മുടെ ചെറുക്കന്റെ വളയം പിടിക്കാൻ സങ്കടവും സന്തോഷവും നിറഞ്ഞൊരു ഫീൽ ആയി. ലൈലാൻഡ് ഫാൻ ആയിരുന്നു നമ്മൾ ഏഷ്യർ ഫാനാക്കി മാറ്റിയത് ഇവനെ. അതുകൊണ്ട് തന്നെ ഇവന്റെ കൂടെയുള്ള അവസാനത്തെ കുറച്ച് നിമിഷങ്ങൾ കളറാക്കാൻ നമ്മൾ തീരുമാനിച്ചു. വോക്കലും ലൈറ്റ് വിട്ടത് മാത്രമേ ഓർമ്മയുള്ളൂ, ബാക്കിയെല്ലാം നമ്മുടെ പിള്ളേരെ ഏറ്റെടുത്തു. നമ്മുടെ ചെറുക്കനെയും കൊണ്ട് ഓരോ ട്രിപ്പ് പോയപ്പോഴും ഇത് തന്നെയായിരുന്നു അവസ്ഥ. പ്രായഭേദമന്യേ എല്ലാവരും ഒരുപോലെ വൈബിനനുസരിച്ച് തുള്ളിപ്പിക്കുന്ന നമ്മുടെ ഒരേ ഒരു ചെറുക്കൻ. കാർട്ടൽ എന്ന ബ്രാൻഡിലെ ഇവന് ഇനി കുറച്ച് നിമിഷത്തേക്കേ ഉള്ളൂ. പക്ഷെ ആരുടെ കയ്യിലാണെങ്കിലും ഇവന്റെ കൂടെയുള്ള വൈബ് അതിനൊരു മാറ്റവും വരത്തില്ല.